കോളേജുകളിലെ KSU MSF തർക്കം ഒറ്റപ്പെട്ട സംഭവമെന്ന് KC സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. പാലക്കാട് MES കല്ലടി കോളേജിൽ MSFനെതിരെ SFIയോടൊപ്പം ചേർന്ന KC യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു. കോഴിക്കോട് കൊടുവള്ളിയിൽ MSFനെതിരായ KSUവിന്റെ വർഗീയ പരാമർശത്തിൽ മറുപടിയുമായി പ്രാദേശിക യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ MSF KSU തർക്കം പരസ്യമായത്. കൊടുവള്ളി KMO കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി MSFനെതിരെ വർഗീയ പരാമർശം അടങ്ങുന്ന ബാനറുമായി പ്രകടനം നടത്തിയതും വിവാദമായി. ഇന്ദിരയുടെ പേരക്കുട്ടികൾക്ക് അശാന്തിയുടെ കാലത്ത് തണലേകിയ ഞങ്ങൾക്ക് മതേതരത്വ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നാണ് KSUവിന്റെ അധിക്ഷേപത്തിന് മുസ്ലിം ലീഗ് കൊടുവള്ളി മണ്ഡലം സെക്രട്ടറിയുടെ മറുപടി. അധിക്ഷേപത്തിന് മറുപടി പറയിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് കൊടുവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി നസീഫ് കൊടുവള്ളിയും പ്രതികരിച്ചു. MSF തോറ്റു, മതേതരത്വം ജയിച്ചുവെന്ന KSU ബാനർ MSFനെ വർഗീയമായി ചിത്രീകരിക്കാനല്ലെന്ന വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവും രംഗത്തെത്തി. MSF തോറ്റു എന്നുള്ള ഒറ്റ ലൈനാണ്. MSFോട് പരാജയപ്പെട്ടു. മതേതരത്വം ജയിച്ചു ഞങ്ങളാണ് മതേതരത്വം. വയനാട് മുട്ടിൽ WMO കോളേജിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയായിരുന്നു MSF ബാനർ. പാലക്കാട് കല്ലടി MES കോളേജിൽ MSFനെതിരെ KSUവിനെ കൂടെ കൂട്ടി SFI യൂണിയൻ ഭരണവും നേടി. MSF KSU തർക്കം പ്രാദേശിക വിഷയമാണെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചു. ഒറ്റപ്പെട്ട കോളേജുകളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പൊതുവൽക്കരിക്കേണ്ടതില്ല, സാമാന്യവൽക്കരിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടായി ഇന്നലെ ഇരു സംഘടനകളും ഞങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോളേജ് യൂണിയനുകളിൽ UDSF മുന്നണി നേടിയ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. മീഡിയ 1 കോഴിക്കോട്.